സാർ, ബാർ ക്ലോസ് ചെയ്തു. അയ്യോ, എന്താ ചെയ്യാ? ഇവിടേക്ക് ഇപ്പൊ 11 മണിയാകുമ്പോഴേക്കും ബാർ അടയ്ക്കും. പിന്നെ കയ്യും കാലും പിടിക്കണ ഒരു പെഗിട്ട് നമുക്ക് റിവേറിലേക്ക് പോവാം. വേണ്ട ചന്ദ്രബാനു, നേരെ ഇത്രയായ സ്ഥിതിക്ക് ഇനി ഒരിക്കലാവാം. ഏതായാലും ഇറങ്ങിയില്ലേ നീ? ഒരമണിക്കൂർ കാറിന്റെ നീ വരുന്നേ പ്ലീസ്. കുമാര, വന്നേ, ഇത് നമ്മുടെ ഷെൽട്ടറാ. ആരുടെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. എല്ലാം റെഡിയല്ലേ മോഹന? സാറേ. ഇരിക്കുന്നേട്ടാ, ഇരിക്കുന്നേ. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. Cheers. സത്യം പറഞ്ഞ ദേവേട്ടനെ പോലൊരു ഭാഗ്യവനെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ദേവേട്ടനെ തേടി എത്താതിരിക്കണുള്ളൂ. ഇതിലൊക്കെ എന്തിരിക്കുന്ന ചന്ദ്രഭാനു, എല്ലാ ഒരു നിമിഷ നേരത്തേക്ക് മാത്രം. അതെ, ദേവേട്ടൻ എന്തും അങ്ങനെയാ, നിമിഷ നേരത്തേക്ക് മാത്രം. ഓർക്കുന്നുണ്ടാ? ഒരു നിമിഷം കൊണ്ടാ എന്റെ കുടുംബം തട്ടി തകർത്ത് അന്ന് ദേവേട്ട ഇറങ്ങിപ്പോയത്. അന്ന് തന്നെ ഇറക്കി വിട്ടു ഞാൻ അവളെ. അവള് ചെയ്ത തെറ്റിന്റെ ഫലം അവൾ അനുഭവിക്കട്ടെ. ഭാനുവേട്ടൻ, അന്നത്തെ ആ സംഭവത്തിന്റെ പേരിൽ ദേവേട്ടൻ ഒരുപാട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അങ്ങ് മറക്കണം. മറക്കാനോ? ഞാനോ? എന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അതെ, എല്ലാം തകർത്ത് നീ ഇറങ്ങിപ്പോയപ്പോ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന പക, അതാണ് ആ ക്യാൻസർ. അതെനിക്ക് കരിച്ചു കളയണം ഈ നിമിഷം, ഇവിടെ വെച്ച്. ഓ, നീ മനഃപൂർവം? അതെ. എവിടേക്ക്? താൻ എവിടേക്കും പോവില്ല. ചെയ്ത തെറ്റിന്റെ ഫലം താൻ ഇവിടെ വെച്ച് അനുഭവിക്കാൻ പോവുക. അതിനുശേഷം ഹോട്ടൽ മുറിയിൽ നിന്റെ ഭാര്യ. ധൃതി വേണ്ട, എല്ലാറ്റിനും അവസരം തരാം. സക്കറിയ, നീ എവിടെയൊക്കെ വെച്ച് മുറിവേൽപ്പിച്ചു വിട്ട സർപ്പങ്ങൾ കാത്തിരിക്കായിരുന്നു എല്ലാവരും ഈ ഒരു അവസരത്തിന്. എല്ലാ കത്തിവേഷവും അഴിച്ചു വെച്ച് രംഗത്ത് നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പഴയ രൗദ്രവേഷക്കാരൻ. ഇനി ഒരു യുദ്ധത്തിന് ഞാനില്ല. എന്നെ വെറുതെ എല്ലാവരും. അതെങ്ങനെയാ? സർക്കാരിന്റെ ആദരവ് മാത്രം ഏറ്റുവാങ്ങിയാ മതിയോ? ഞങ്ങളും കൂടെ ഒന്ന് ആദരിക്കട്ടെന്ന്. ഓ, നീ പോവാൻ പറയുമ്പോ പോവാനും വരാൻ പറയുമ്പോ വരാനും ഞാനാരാ? വസ്ത്രത്തെ നാട്ടിൽ കഴിച്ചു കിട്ടോ, എനിക്ക് പ്രശ്നമാവും. അല്ലേ വാസു? ദേവേട്ടൻ ഇവിടെ.
എന്താ ഉപകാര? ചെറിയൊരു പ്രശ്നമുണ്ട്. എത്രയും പെട്ടെന്ന് വസുന്ധരടുത്തേം കൊണ്ട് പല്ലാവരേക്ക് പുറപ്പെട്ടോളൂ. എന്താ ഉണ്ടായി? ദേവേട്ടൻ എവിടെ? പേടിക്കണ്ട, ദേവേട്ടനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളോട് പല്ലാവരേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോവില്ല ദേവേട്ടനില്ലാതെ. എവിടെ ദേവേട്ടൻ? ആ ചന്ദ്രഭാനുമായിട്ട് എന്തോ കശപിശ ഉണ്ടായി. പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല എടുത്തി. ഐ ഇത്ര പെട്ടെന്ന് തന്നെ മടങ്ങിയോ? അപ്പു എവിടെ? പോന്നിട്ടില്ല. അവിടെ എന്തോ സ്വീകരണോ പത്രസമ്മേളനമൊക്കെ ഉണ്ട് അത്രേ. കാലത്ത് മടങ്ങാന്നാ പറഞ്ഞത്. എന്താ മോളെ ഒരു വല്ലായ്മ? ചെറിയ തലവേദന. യാത്ര ചെയ്തിട്ടാവും. മോള് പോയി കിടന്നു. അപ്പോ ഞങ്ങള് ശരി. എന്തൊക്കെയാ ഇത്? ഇപ്പൊ തീർന്നില്ലേ അപ്പുവിനെ കുറിച്ചുള്ള സങ്കടമൊക്കെ? ഇതൊന്ന് പിടിക്ക. പല്ലാവൂർ ദേവനാരായണൻ എന്ന മഹാനെ പ്രസവിച്ചതിന് ഈ പൊന്നാട നിനക്കിരിക്കട്ടെ. ചായ. മോക്ക് എങ്ങനെയുണ്ട്? ചെറിയ പനിയുണ്ട്. വെള്ളം മാറി കുളിച്ചിട്ടാവും. ദാ വന്നല്ലോ. അറിഞ്ഞു കേട്ടോ കാര്യങ്ങളൊക്കെ. അത് ഞാൻ അതൊക്കെ ഒരു ഭാഗ്യാടൂ. ഇനിയെങ്കിലും ദൈവത്തിന്റെ നെറുകന്തലെ കയറിയിരുന്ന് തായമ്പോ കൊട്ടാതിരിക്കുക. തുടങ്ങി. വസുന്ധര എവിടെയമ്മേ? എണ്ണീറ്റിട്ടില്ല. ചെറിയ പനിയുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. ഫെലോഷിപ്പ് കിട്ടിയ വിനയം കൂടുവോ? അല്ല, ഒരു ഒതുക്കൊക്കെ കാണുന്നുണ്ടേ. മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ലെന്നറിയാം. ഒന്നും ബോധപൂർവമല്ലായിരുന്നു. എന്നോട് പുറത്തുനിന്നെങ്കിലും ഒന്ന് പറയേ. പറഞ്ഞില്ലേ ഞാൻ? എല്ലാരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ചതിച്ചത് ദേവേട്ടനാ, എന്നെ. മറ്റൊരാളെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കൂടെ ഇറങ്ങിപ്പോന്ന എന്നോട് ആരോടൊക്കെയുള്ള പ്രതികാരവും വൈരവും തീർത്തു. കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണിനും ദൈവം കൊടുത്തൊരു അവകാശമാണ് ഒരു കുഞ്ഞിനെ പെറ്റുപോറ്റാനുള്ള ആഗ്രഹം. ആ സ്വപ്നം പോലെ എനിക്ക് നിഷേധിക്കപ്പെട്ടു. എല്ലാം സഹിച്ച് ഈ അകത്തളത്തിന്റെ ഒരു കോണിൽ ഒരു മിണ്ടാ പ്രാണിയായി ഇത്രയും കാലം ഞാൻ ജീവിച്ചു. ഈശ്വരൻ കേട്ടാലോ എന്ന് പേടിച്ച് ഒച്ചയെടുത്തൊന്ന് കരയുക പോലും ചെയ്യാതെ. ഇല്ല, ഭൂമിയിൽ മറ്റൊരു പെണ്ണും ഇത്രയേറെ സഹിക്കില്ല. എനിക്ക് മടുത്തു. വേണ്ട, എനിക്ക് ഇങ്ങനെയൊരു ജീവിതം. കരഞ്ഞോളൂ. ഇത്രയും കാലം മനസ്സിലടക്കി വെച്ച ഭാരം അത്ര ഇറക്കി വെച്ചോളൂ. എല്ലാം കേൾക്കാൻ അർഹതപ്പെട്ടവനാണ് ഞാൻ. ഏത് അഗ്നിയിലെരിഞ്ഞാലും ശുദ്ധിയാകാത്തത് അറിയാം. നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഭ്രാന്തനായിപ്പോ ഞാനത് അറിഞ്ഞില്ല. ഈ കാലിൽ തൊട്ട് ഞാൻ ഇറക്കരുതന്നെ. ദീനപ്പകൽ കിടന്ന് ഊർദ്ധശ്വാസം വലിക്കുമ്പോ മടിയിൽ കിടത്തി ചുണ്ടിൽ ഇത്തിരി ഗംഗാജലം എത്തിക്കാൻ നീ ഉണ്ടാവണം. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ്. എല്ലാ പുണ്യതീർത്ഥങ്ങളിലും കുളിച്ച് എല്ലാ കരിങ്കൽ വിഗ്രഹങ്ങളിലും തലതല്ലി ഉടച്ച്
കണ്ണീരിന്റെ പൂർണ്ണ കുംഭവുമായി തീർത്ത യാത്ര. നീ വേണം എൻ്റെ കൂടെ. വരില്ല നീ? പുലരി നിലാവ് കളഭമൊഴിഞ്ഞു ഭജനമിരുന്ന തിരുനടയിൽ വരുന്നു ഞങ്ങൾ നെഞ്ചിലുലാവും സങ്കടമോടെ തീർത്ഥാടകരായി അകമിരിതൻ തിരിതെളിയാൻ വരമരുളൂ ശ്യാമഹരേ കൃഷ്ണഹരേ ശ്യാമഹരേ കൃഷ്ണഹരേ ഇനി നറുവെണ്ണ പോലെ നിന്റെ കാൽക്കലുരുകാം. എരിവേനലെരിയുന്ന നിളപോലെയും മഴ കാണമുകിലിൻ്റെ ഇതൾ പോലെയും എരിവേനലെരിയുന്ന നിളപോലെയും മഴ കാണമുകിലിൻ്റെ ഇതൾ പോലെയും കണ്ണീരായി പൂക്കും പൂമുത്തേ എന്നുള്ളിൽ പുണ്യം നീയല്ലേ ചാന്തും തൊട്ട് മുന്നായി പൊന്നൊഴിഞ്ഞും നിന്നെ ഞാൻ മെല്ലെയൊരുക്കാൻ പൂക്കാലം കൊണ്ട് പുതയ്ക്കാൻ പുലരി നിലാവ് കളഭമൊഴിഞ്ഞു ഭജനമിരുന്ന തിരുനടയിൽ വരുന്നു ഞങ്ങൾ നെഞ്ചിലുലാവും സങ്കടമോടെ തീർത്ഥാടകരായി അകമിതൻ തിരിതെളിയാൻ വരമരുളൂ. നിന്നുള്ളിൽ വിളയുന്ന പൊന്മുത്തിനെ നെഞ്ചോടു ചേർത്തൊന്നു താരാട്ടണം. നിന്നുള്ളിൽ വിളയുന്ന പൊന്മുത്തിനെ നെഞ്ചോടു ചേർത്തൊന്നു താരാട്ടണം. മുല്ലപ്പൂ മൊട്ടായി പോറ്റേണം പല്ലാവൂർ മുറ്റത്തെന്തെന്നും വെണ്ണക്കണ്ണനൊക്കും ഉണ്ണിക്കിടാവിനെ ഞാൻ പേരെന്തു ചൊല്ലി വിളിക്കും. ആരീരം പാടിയുറക്കാൻ പുലരി നിലാവ് കളഭമൊഴിഞ്ഞു ഭജനമിരുന്ന തിരുനടയിൽ വരുന്നു ഞങ്ങൾ നെഞ്ചിലുലാവും സങ്കടമോടെ തീർത്ഥാടകരായി അകമിരിതം തിരിതെളിയാൻ വരമരുളൂ ശ്യാമഹരേ കൃഷ്ണഹരേ ശ്യാമഹരേ കൃഷ്ണഹരേ ഇനി നറുകണ്ണ പോലെ നിന്റെ കാൽക്കലുരുകാം. ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറ്റി നിനക്കൊരു വല്ലായക? എന്നെ പറഞ്ഞയക്കല്ലേ ദേവേട്ട, ഇവിടെ തന്നെ മതിയല്ല. ആചാരങ്ങളൊന്നും നമ്മളായിട്ട് മുടക്കണം. ആദ്യത്തെ പ്രശ്നം അവിടെ തന്നെ നടക്കട്ടെ. ഇനിയുള്ളത് മുഴുവൻ ഇവിടെ തന്നെ മതി. കണ്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. സ്നേഹിച്ചിട്ട് എനിക്കും. എന്താ ഇത്? ദൂരയ്ക്കൊന്നുമല്ല പോകുന്നത്. വിളിച്ച വെളിപ്പുറത്തെപ്പോഴും ഞാൻ ഉണ്ടാവില്ലേ? എന്താ കുമാരാ? ആശാന് തീരെ വയ്യ. ഞാൻ എന്താ പറഞ്ഞു? എന്താ? ആശാന് തീരെ സുഖമില്ലാത്ര. ഞാനൊന്ന് അത്ര വരെ പോയിട്ട് ഉടനെ വരാം കേട്ടോ. ഞാനിപ്പോ വരാം.
വൈകരുത്, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാനുള്ള. ഓ ഹൈപ്പർ ടെൻഷനാ, പേടിക്കാനൊന്നുമില്ല. ഒരാളെ കൂടെ പറഞ്ഞയച്ചാൽ മരുന്ന് കൊടുത്തുവിടാം. വാസു ശരി. എന്തിനാ കരയണേ? അച്ഛനൊന്നുമില്ലാന്ന് ഡോക്ടർ പറയണ നീ കേട്ടില്ലേ? ദേവാ, എന്താ അച്ഛനെ? എന്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക്. അതിന് ആശാനൊന്നും സംഭവിക്കില്ല. അവളെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ദേവനാരായണനില്ലേ ഇവിടെ? ഇല്ലാലോ, മേഴത്തൂർന്നല്ലേ. കയറിയിരിക്ക. എവിടെ പോയി? ഒരാൾക്ക് സുഖമില്ലാന്ന് വിവരം കിട്ടിട്ട് പോയതാ. വന്നാൽ ഉടനെ മേഴത്തോടക്ക് വരാൻ പറയണം. എന്താണാവോ വിശേഷിച്ച്? അത് നേരിട്ട് പറഞ്ഞോളാം. എന്തോ ഒരു പന്തിയില്ലായ്മ കണ്ട് ചോദിക്ക. എന്താ കാര്യം? ഇനി തുറന്നങ്ങോട്ട് പറയാം. തന്തയില്ലായും കാണിച്ചിട്ട് അവനവിടുന്ന് പോന്നേ. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടിക്ക് വയറ്റിലുണ്ടാക്കിയിട്ട്. ഓടോ. ശങ്കരപ്പൊതുവാളെ, ഈ വീടുമായിട്ട് എല്ലാ ബന്ധവും തീർന്നു. എന്താ എന്ത് പറ്റി? എന്താ ഉണ്ടായെ? എന്താ എന്താ കാര്യം? എന്താ വസുന്ധരേ? എന്താ? അയ്യോ, എന്താ 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 ഉണ്ടായി? ആരെങ്കിലും ഒന്ന് പറയേ. ഇങ്ങോട്ട് കയറണ്ട. അച്ഛാ, പോകാനാ പറഞ്ഞേ. പോകാൻ. പക്ഷെ എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയണം. കാര്യം അറിയാത്തോണ്ട് പോകാൻ വൈകണ്ട. മേഴത്തൊരു നാള് വന്നിരുന്നു. ആ ചിത്രപ്രഭക്കാരി പെൺകുട്ടികൾ ഏർപ്പാറ്റെടുക്കാൻ നിന്നെ ക്ഷണിക്കാൻ. അമ്മേ അമ്മേ, പോടാ. രാവും പകലും ഇടത്തും വലത്തോട്ട് നീ ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ. എന്തെങ്കിലും ഒരു വീഴ്ച എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? പറയുന്നേ. എന്നും ദൈവത്തെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കൈപ്പിഴ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേവേട്ട, നമുക്ക് ആശുപത്രി ചെന്ന് വസുന്ധരയുടെ കാണാം. അതെ, അവൾക്ക് മനസ്സിലാവുന്നേ. എല്ലാം പറയാം. ദേവാ, കുഞ്ഞിരാമൻ ഞാൻ വഴി വെച്ചാ കണ്ടത്. അച്ഛനും വല്ലതും? അച്ഛനല്ല ദേവാ. പിന്നെ പറയുമാരാരെ? വസുന്ധര പോയി ദേവാ. യുവതി, ഇനി വൈകിക്കണ്ട. മഴ നിക്കണ ലക്ഷണം കാണുന്നില്ല. വസുന്ധരേ,
മുന്നോട്ട് വെച്ചാൽ വെട്ടുക. അവസാനമായിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ അവളെ. എല്ലാ പാവങ്ങളും വെച്ച് പറഞ്ഞ് ആ കാലിലൊന്ന് തൊട്ടോട്ടെ ഞാൻ. എന്നാ എന്റെ മോള് നിന്റെ മുഖം കണ്ടുപോയാൽ പല ലോകത്തും എന്റെ കുട്ടിക്ക് മോശം ഉണ്ടാവില്ല. നോക്കി നിൽക്കാൻ അടിച്ച് പുറത്താക്കണം. പറയണത് എടുത്തോളൂ എന്റെ കുട്ടിയെ.